യാത്ര പോയാലോ? ഞങ്ങൾ നിങ്ങളെ ചില വർഷങ്ങൾക്ക് പിന്നിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഉണ്ണൂണി സാറിന്റെ കാലത്താണ്. അതാ അങ്ങോട്ട് നോക്കൂ, ഒരപ്പച്ചനും അമ്മച്ചിയും ആരാധനയ്ക്കായി കടന്നു വരികയാണ്. ദൈവത്തെ സേവിക്കാൻ ഇറങ്ങി തിരിച്ചതിന്റെ പേരിൽ സ്വന്തക്കാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും അവർ അനുഭവിക്കേണ്ടി വന്നത് കുറച്ചൊന്നുമല്ല. ആരും സഹായമില്ലാതെ ഇരുന്നവർ ദൈവത്തിൽ മാത്രം ആശ്രയിച്ചു പോവുകയാണ്. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. ഇതാ ഇനിയും നമ്മൾ കടന്നു പോകുന്നത് ചില വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു ആരാധനയിലേക്ക്. ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയവരുടെ രണ്ടാം തലമുറ തങ്ങളുടെ മാതാപിതാക്കളുടെ കണ്ണീരിന് ഫലമായി ദൈവം അവരെ മാനിക്കുകയുണ്ടായി. നന്ദിയുള്ളവരായി അവർ ദൈവത്തെ സ്തുതിക്കുകയാണ്. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമിന്നീശുവേ, സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമിന്നീശുവേ, നിന്നെ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാ. ഇതാ വീണ്ടും ഒരു സഭായോഗം മൂന്നാം തലമുറ ആരാധനയ്ക്കായി. തങ്ങളുടെ മാതാപിതാക്കളുടെ ഉപവാസത്തിനും കണ്ണീരിനും ഫലമായി ദൈവം അവരെ എല്ലാ രീതിയിലും മാനിച്ചു. വിദ്യാസമ്പന്നരായി ഇവർ ലോകത്തിലേക്ക് ഇറങ്ങി. അതിനാൽ ഇവർക്ക് ആത്മീക മന്ദത സംഭവിച്ചു. ഇതാ ആ കുടുംബത്തെ കാണുക. ആരാധനയിലെ ഉദാസീനത നിങ്ങൾ കാണുന്നില്ലേ? ജീവിത പങ്കാളിയും എന്റെ മക്കളും എന്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. ജീവിത പങ്കാളിയും എന്റെ മക്കളും എന്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. അങ്ങനെ യാത്ര ചെയ്ത് നാം ഇപ്പോൾ എത്തിയിരിക്കുന്നത് ന്യൂ ജനറേഷൻ സഭായോഗത്തിലാണ്. ഇതാ ഒരു കുടുംബം ആരാധനയ്ക്കായി കടന്നു വരുന്നു. ഇവരുടെ വരവ് കണ്ടാൽ ഇവർ ആരാധനയ്ക്ക് തന്നെയാണോ വരുന്നതെന്ന് തോന്നിപ്പോകും. ആദ്യ മാതാപിതാക്കന്മാർ ദൈവവചനം മാറോട് ചേർത്ത് പിടിച്ച് പോയ രംഗം നാം കണ്ടു. എന്നാൽ ഇവരെ നമ്മൾ നോക്കുക. കാര്യസാധ്യത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ കടന്നു വരുന്ന തലമുറ. നമ്മൾ യാത്ര ചെയ്ത് ഈ 21-ാം നൂറ്റാണ്ടിൽ വന്നു നിൽക്കുമ്പോൾ ആത്മീക ഗോളത്തിന്റെ അധപതനം എത്രമാത്രമെന്ന് മനസ്സിലാക്കുക. കുടുംബങ്ങളുടെ അകൽച്ചയും ശിഥിലീകരണവും ആത്മീക അധപതനവും എത്രമാത്രമെന്ന് ഇതിൽ നിന്നും വിശകലനം ചെയ്യാം. ഇനിയുള്ള തലമുറ എങ്ങനെയാണെന്ന് ആർക്കറിയാം? നമ്മുടെ മുൻപിൽ ഒരു ചോദ്യചിഹ്നം അവശേഷിക്കുകയാണ്. വിലാപങ്ങൾ 2:19 ഇപ്രകാരം പറയുന്നു: രാത്രിയിൽ രമാരംഭത്തിൽ എഴുന്നേറ്റ് നിലവിളിക്ക, നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ കർത്തൃസന്നിധിയിൽ പകരുക. വീഥികളുടെ തലക്കിലൊക്കെയും വിശപ്പുകൊണ്ട് തളർന്നു കിടക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി അവങ്കിലേക്ക് കൈമലർത്തുക. മാതാപിതാക്കളെ, തലമുറകൾക്ക് വേണ്ടി നമുക്ക് കരയാം, നെടുമ്പാട് വീഴാം. അതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. நம்ம அதாவது ஒவ்வொரு சந்ததிகள் எந்த மாதிரி இப்பொழுது ஆராதிக்கிறார்கள். ஆதி காலங்களில் மிகவும் பரிசுத்தத்தோடு பயத்தோடு பக்தியோடு ஆராதித்தார்கள். ஆனால் இப்போ வருகின்ற சந்ததிகள் எந்த அளவு ஆராதிக்கிறார்கள் என்று நாம் பார்த்துருக்கிறோம். நாமும் நம்முடைய சந்ததிகள், அதாவது நம்முடைய வருங்கால சந்ததிகளுக்காக திறப்பில் நிற்கிறவர்களாக காணப்படுவோம். அதாவது புலம்பல் 2ஆம் அதிகாரம் 19ஆம் வசனத்தில் இவ்வனமாய் சொல்லியிருக்கிறது: எழுந்திரு, ராத்திரியிலே முதற் சாமத்தில் கூப்பிடு, ஆண்டவரின் சமூகத்தில் உன் இருதயத்தை தண்ணீரை போல் ஊற்றிவிடு,
எல்லா தெருக்களின் முனையிலும் பசியினால் மூச்சிந்து போகிற உன் குழந்தைகளின் பிராணனுக்காக உன் கைகளை அவரிடத்தில் ஏறெடுத்து என்ற வசனத்தின் பிரகாரமாக நம் பிள்ளைகளுக்காக நாம் திறப்பிலே நிற்கிறவர்களாக நிற்க வேண்டும். நாம் இவ்வனமாய் வந்து இந்த கூட்டங்களில் வந்து பங்கு பெறுகிறோம். நம்முடைய பிற்கால சந்ததிகள் எப்படி இந்த இடத்துல வருவார்கள் என்பது ஒரு கேள்விக்குறியாக காணப்படுகிறது. ஆகவே நாம் நம்முடைய பிள்ளைகளுக்காக பின்வரும் சந்ததிகளுக்காக நாம் ஜெபிக்க கடமைப்பட்டு உள்ளோம். எனவே நாம் ஒவ்வொருவரும் குடும்பங்கள், அதுவும் முக்கியமாக பெண்கள் முக்கியமாக குடும்பத்தில் ஒரு பங்கு வகிக்கிறவர்கள், நாம் நம்முடைய குடும்பத்துக்காக சந்ததிகளுக்காக திறப்பிலே நிற்கிறவர்களாக காணப்பட வேண்டும். அதாவது நம்ம பிள்ளைகள் தூங்கின பின்பாக இல்லை நம்ம குடும்பத்தில் உள்ள ஒவ்வொரு நபர்களும் தூங்கினதுக்கு அப்புறமாக நம் விழித்திருந்து ராஜாமங்களிலே நம்மளை குடும்பத்துக்காக கதறுகிறவர்களாக, நம்ம வேதத்தில் சொல்லியிருக்கிற போல எஸ்தரை போல, ஒரு தெபோராவை போல ஒரு குணசாலியான ஸ்திரீ வந்து குடும்பத்தை கட்டி எழுப்புகிறவளாய் காணப்படுகிறாள். அதே போல நாம் ஒவ்வொருவரும் ஒரு குணசாலியான ஸ்திரீயை போல குடும்பத்தை கட்டி எழுப்புகிறவர்களாக, பிள்ளைகளை வழிநடத்துகிறவர்களாக, குடும்பத்தை கட்டி எழுப்புகிறவர்களாக காணப்படுவோமாக. ஆமீன்.